എൻ്റെ പേര് വരുൺ പിള്ളൈ. എൻ്റെ സ്ഥലം ഇവിടെ തന്നെ മഞ്ഞമംഗല പുല്ലൂർ തന്നെയാണ്. ഇതെൻ്റെ വൈഫ്. എൻ്റെ പേര് കാർത്തിക. നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഏകദേശം 2.5-3 വർഷം ആവാറായി. അപ്പോൾ നമ്മൾ നേരത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2 പ്രാവശ്യം അബോർഷൻ ആയതാണ്. ഓക്കെ, അപ്പം വേറെ ഹോസ്പിറ്റലിലൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്, നോർമലായിട്ടുള്ള ഹോസ്പിറ്റലിൽ. പക്ഷേ എങ്കിൽ എന്താണ് അബോർഷൻ ആയതെന്ന റീസൺ പോലും നമുക്കറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റർ, എൻ്റെ സിസ്റ്ററാണ് കൃപയ്ക്ക് ഇവിടുന്നാണ് ട്വിൻസ് ഉണ്ടായത്, ട്വിൻ ബേബീസ് വന്നു കഴിഞ്ഞപ്പം തസ്ലീമ മാഡം നമ്മളെ കൊണ്ട് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിച്ച്, എന്നിട്ട് കുറേ റീസൺസ് കണ്ടുപിടിച്ച് പ്രൊലാക്റ്റിനോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ കൂടുതലാണ്, അതുകൊണ്ടാണ് ലാസ്റ്റ് 2 അബോർഷൻ ഉണ്ടായതെന്നും പറഞ്ഞു. പിന്നെ അതിനുള്ള മരുന്നുകളാണ് നമുക്ക് ആദ്യം തന്നെ, ഡയറക്റ്റ് നമുക്ക് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ഉള്ള വൈഫിനുണ്ടായിരുന്ന ആ പ്രോബ്ലംസിന് സൊല്യൂഷനായിട്ടുള്ള മരുന്നുകളൊക്കെ തന്ന് അത് ക്യൂർ ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഘട്ടത്തിലൊക്കെ പോയത്. മാഡം നെക്സ്റ്റ് പറഞ്ഞ് IUI ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഒരു IUI ചെയ്തു, സക്സസ് ആയില്ല. സെക്കൻഡ് IUIയിൽ നമുക്ക് ഓക്കെ ആയി. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമുണ്ട്, വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഇവിടുത്തെ തസ്ലിമ മാഡം ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും മറ്റേ അജാസ് ആണെങ്കിലും എല്ലാം ഫ്രണ്ട്ലി ആണ്. നമ്മളെ വിളിച്ചിരുത്തി നല്ല രീതിയിൽ സംസാരിക്കും. കുറേ നേരം നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും. മറ്റുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ടുണ്ട്, സിസ്റ്ററിൻ്റെ കൂടെ നമ്മൾ പോയിട്ടുണ്ട്, പല ഹോസ്പിറ്റലിലും മൂവാറ്റുപുഴയിലുള്ള ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അവിടെ കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന, എൻട്രി ചെയ്യുമ്പോഴത്തേന് അങ്ങോട്ട് ഓടാനും ഇങ്ങോട്ട് ഓടാനൊക്കെ പറയത്തേ ഉള്ളൂ. പക്ഷെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വന്നിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഹെൽപ്പ് ചെയ്യും. ഫാമിലി മെമ്പർ മാതിരി തന്നെ നമ്മളെ ഒരു ഫാമിലി അംഗമായിട്ട് തന്നെ കണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എപ്പോൾ വിളിച്ചാലും ഡൗട്ട് പറഞ്ഞു തരും, ഫോൺ എടുത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എല്ലാവർക്കും IUI അല്ലെങ്കിൽ IVF തന്നെ വേണ്ടി വരണമെന്നില്ല. ഓക്കെ, കാരണം നമ്മുടെ അനുഭവം വെച്ചിട്ട് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ചെറിയ എന്തോ പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 പ്രാവശ്യം അബോർട്ടായിപ്പോയി. അപ്പം പലർക്കും ഇതേമാതിരി സംഭവങ്ങൾ പറ്റുന്നുണ്ടായിരിക്കാം. അപ്പം അവർ നോർമലി കാഷ്വലായിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും ഒരു ഫെർട്ടിലിറ്റി സെൻറ്റർ, അതായത് നമ്മുടെ യാന മാതിരിയുള്ള ഒരു ഫെർട്ടിലിറ്റി സെൻറ്ററിൽ വന്ന് എന്താണ് പ്രശ്നമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും.